രണ്ടുപേരും കൂടി അമേരിക്ക പോയപ്പോഴത്തേക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് അങ്ങ് പോകും. അപ്പോൾ എന്ത് മാർട്ടിലാണ് നീ പോണത്? ഫ്ലീ മാർട്ടിന്ന്. അത് എലിപ്പെട്ടി വരെ ഉണ്ട് അവിടെ പഴയത് അവിടെ കൊടുക്കാനായിട്ട്. പുള്ളിക്കാരൻ ഒരു ലിറ്ററിന്റെ സ്പ്രേ മേടിച്ചു. സാധാരണ സ്പ്രേ ഒക്കെ ചെറുതല്ലേ, ഇത്രയും പൊക്കമുള്ള ഒരു കുപ്പി കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നിട്ട് പറയും, ഇതാ കണ്ടാ നീയൊക്കെ ചെറുതല്ലേ മേടിച്ചു, ഞങ്ങൾ ഇത്രയും വലുതാ മേടിച്ചതെന്ന്. ഇതാ ഇത്രയും വലുതാന്ന് കൈ ചൂണ്ടിട്ട് നോക്കുമ്പോണ്ടല്ല സ്പ്രേ വറ്റിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ താന്ന് അടിവരെ ഇട്ട പോലെ ആയി. അവരെന്തോ ഒരു ചൂടിൽ ഒപ്പിച്ച് വെച്ചാൽ അത് വെയിലത്തായിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് മൊത്തം വറ്റിപ്പോയി, ആവിയായിപ്പോയി. തന്നെ ഒരു ചെറിയ തുള വീണപ്പോൾ ഒരു സ്പ്രേ അതുപോലെ ഞങ്ങൾ നോക്കി എല്ലാവരും അടിക്കി എടുത്തിരിക്കുമ്പോഴത്തേക്ക് സ്പ്രേ ഇങ്ങനെ താന്ന്. പല ട്രിപ്പുകളിലും പോയപ്പോൾ എനിക്ക് വില കുറഞ്ഞ സാധനങ്ങൾ ഉള്ളിടത്ത് പോയാലേ മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊരിക്കൽ പോയപ്പം മനോജ് കെ ജയൻ ചേട്ടനുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ട്രിപ്പിൽ. മനോജ് കെ ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഷർട്ട് മേടിക്കാൻ വരുന്നു എന്ന് വെച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ചെന്നപ്പോൾ ഒരു മാളിൽ പുള്ളി പോയേക്കും കേട്ടോ. എല്ലാത്തിനും നമ്മളൊക്കെ അപ്പിടുന്ന ഷർട്ടിൻ്റെ ഒരു 10 ഇരട്ടി വിലയുള്ള ഷർട്ടുകളുള്ളൊരു മാളിലാണ് പോയേക്കുന്നത്. നമ്മുടെ ട്രൂപ്പിലുള്ള ബാക്കി എല്ലാവരും സാധാരണ കടയിൽ പോയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. എനിക്ക് മാത്രം ദൈവമേ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും കിട്ടുമല്ലോ, നാളെ രാത്രി തിരിച്ചിങ്ങോട്ട് കയറി പോരും വേണം. അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോജ് ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ ഒരു വലിയ ടീഷർട്ട് കടയാണ്, ബ്രാൻഡഡ് ടീഷർട്ടാണ്. അവിടെ ഒരു ഓഫറുണ്ട്. ഒരെണ്ണം മേടിച്ചാൽ രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ മതി. ഒരെണ്ണം മേടിച്ചാൽ നിങ്ങൾ അവിടുന്ന് രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ വില കൂടിയത് ഏതോ അതിൻ്റെ പകുതി പൈസ എടുക്കുകയുള്ളൂ. പുള്ളി ഇങ്ങനെ കയറിയിട്ട് ഒരു നല്ല ടീഷർട്ട് മേടിച്ചു. അതിന് അന്ന് നല്ല ഒരു ഉദാഹരണത്തിന് ഒരു $100 എന്ന് വെച്ചോ, $100 എന്ന് വെച്ചോ, $100 പുള്ളി ഒരു ടീഷർട്ട് മേടിച്ചു. വേറെ ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു സൂപ്പർ ടീഷർട്ടാണ് താനും. ഇത് $100 മേടിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്നും മേടിച്ചില്ലല്ലോ, നീ വേണേ ഇവിടുന്ന് എന്തെങ്കിലും മേടിച്ചോ, രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ മതി. അപ്പം എനിക്ക് പകുതി പൈസ കുഴപ്പമില്ല മേടിക്കുക എന്നുള്ള അവസ്ഥയായി. അപ്പം ഞാൻ ആ കടക്കാരൻ മേടിച്ചു, രണ്ടാമത്തിന് പകുതി പൈസ തന്നാൽ മതി. ഞാൻ മതി എന്ന് പറഞ്ഞു. ഞാൻ മനോജേട്ടൻ മേടിച്ച അതേ ടീഷർട്ട് $50 മേടിച്ച്. അതാണ് അവിടെയുള്ള നല്ലത്. അപ്പം ഞാൻ അത് തന്നെ $50 മേടിച്ചപ്പോൾ തൊട്ട് പുള്ളി എന്നോട് മിണ്ടണില്ലെന്നേ. പുള്ളി കുറേ നേരമായിട്ട് മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ നടന്ന് ഈ മാളിലെ വരാന്തയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് പുള്ളിനോട് പറഞ്ഞു, അത് മോശമായിപ്പോയി കേട്ടോ, കാണിച്ചത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞു. എന്താ? അല്ല, ആ ടീഷർട്ട് തന്നെ മേടിക്കേണ്ട കാര്യം എന്താ? ഞാൻ $100 മേടിച്ച് നീ $50 മേടിച്ചു, അതൊരു മര്യാദയാണെന്ന് ചോദിച്ചാൽ എന്നോട്. ഞാനൊന്നും മിണ്ടാണ്ട് നാട്ടിൽ വന്ന് 3 മാസം കഴിഞ്ഞ് വെളുപ്പിന് 7:30 മണിക്ക് ഒരു ദിവസം മനോഹരൻ എന്നെ വിളിച്ചേക്കുക. അപ്പം അമ്മയുടെ ജനറൽ ബോഡി നടക്കുന്ന ദിവസമാണ്. നീ അമ്മയുടെ ജനറൽ ബോഡിക്ക് വരുന്നുണ്ടോ? ഞാൻ ഉണ്ട്. നീ അന്ന് മേടിച്ച ആ ടീഷർട്ടാണോ ഇടുന്നത്? ഞാൻ പറഞ്ഞു അല്ല ഏട്ടാ. അതൊന്നും ഇട്ടുകൊണ്ട് വരരുത്, ഞാനത് ഇട്ടുകൊണ്ടാണ് വരാൻ പോകുന്നത്. സൂര്യ വീണ്ടും ഈ വേദിയിൽ വന്നതിൽ സന്തോഷം. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്.